ഹായ്. ടുഡേസ് തോട്ട്: നമ്മൾ ആരുമായും സൗഹൃദത്തിനോ ബന്ധത്തിനോ വേണ്ടി ഒരിക്കലും യാചിക്കരുത്. നമ്മൾ കൊടുക്കുന്ന എനർജി, ലവ് ഓർ എഫേർട്സ് അതേ അളവിൽ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട സമയമായി. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ചേസ് പീപ്പിൾ ഹു ഡോണ്ട് വാല്യൂ യു. നമ്മൾ നമ്മളെ തന്നെ സ്വയം തിരഞ്ഞെടുക്കുക, സ്വയം ബഹുമാനിക്കുക, മുന്നോട്ട് പോവുക. ഇന്നത്തെ ഡിഷ്: ഞാൻ ഇന്നൊരു മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസ് സ്വീറ്റ് പൊട്ടറ്റോ നന്നായി കഴുകി ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 ക്ലോവ് ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 റെഡ് ചില്ലി, ഒരു തണ്ട് കറിവേപ്പില, അതുകൂടാതെ കടുക് 1/4 ടീസ്പൂൺ, മഞ്ഞൾ 1/4 ടീസ്പൂൺ, ക്യുമിൻ പൗഡർ 1/4 ടീസ്പൂൺ, ക്രഷ്ഡ് ചില്ലി ഒരു 3/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് സോൾട്ടും ഓയിലും. കുക്കിംഗ് ഓയിൽ കഴിയുന്നതും തേങ്ങയുടെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് കാണാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ റെഡ് ചില്ലി, അത് കഴിഞ്ഞ് ഗ്രീൻ ലീഫ് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ക്രഷ്ഡ് ഗാർലിക് ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ ഉള്ളി കുറച്ച് സോഫ്റ്റ് ആവുന്നത് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഉള്ളി ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾ, ക്യുമിൻ പൗഡർ ആൻഡ് ക്രഷ് ചില്ലി, ഈ സ്പൈസസ് എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഇട്ടു. സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് പോഷക സമൃദ്ധമായ ഒരു റൂട്ട് വെജിറ്റബിൾ ആണ്. ആരോഗ്യപരമായ പല ഗുണങ്ങളും നിറഞ്ഞതുമാണ്. സാധാരണ നമ്മൾ ഇതിനെ ബോയിൽ അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കാറാണ് പതിവ്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഇതിന്റെ ന്യൂട്രിയൻസ് എല്ലാം നമുക്ക് നിലനിർത്താൻ സാധിക്കും. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു വെറൈറ്റിയായി ടേസ്റ്റിയായി ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി ഞാനൊരു പുതിയ രീതി പരീക്ഷിച്ച് നോക്കിയതാണ്. അത് ചെയ്തപ്പോൾ വളരെ നന്നായി തോന്നി. ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാന്ന്. I hope you will like it. I'll be back soon. Till then, bye.